ഞങ്ങൾ 2011 ഡിസംബർ മാസത്തിലാണ് ഇവിടുത്തെ പ്രാർത്ഥന ബ്രദറിനെ കുറിച്ച് അറിയുന്നതും. ഇവിടെ അല്ലായിരുന്നു, ആ സമയത്ത് അത്താണിയിലായിരുന്നു. അപ്പം ഞങ്ങൾ എൻ്റെ ഫ്രണ്ട് വഴിയാണ് അത് അറിഞ്ഞത്, ബ്രദർ ഇങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചത്. അപ്പം ഞങ്ങൾക്ക് 9 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാതെ ഞങ്ങൾ വിഷമിക്കായിരുന്നു. അപ്പം ഞങ്ങൾ എബ്രോഡായിരുന്നു. ലീവിന് വരുമ്പോഴൊക്കെ എല്ലാ ഹോസ്പിറ്റലിലും പോയി ഇറങ്ങി. ഇനിയും കയറാൻ യാതൊരു ഹോസ്പിറ്റലുകളും ഇല്ല എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ഒരുപാട് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി, യാതൊരു ഇതില്ല. പ്രാർത്ഥിക്കുമായിരുന്നു, പള്ളിയിൽ എല്ലാ പള്ളിയിലൊക്കെ പോകും, നേർച്ച കഴിക്കും. പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹം അത് ഇവിടെ നിന്നാണ്, ഈ ബദേൽ മാധവൻ്റെ അടുത്ത് നിന്നാണ്. കാരണം ആ സമയത്ത് ധ്യാനം കൂടാൻ വേണ്ടി വന്ന ആ സമയത്തുണ്ടായിരുന്ന പ്രവർത്തകർക്കറിയാം, ഞങ്ങളൊക്കെ ഈ ഹസ്ബൻഡിനെ പിടിച്ചു നിർത്താൻ പറ്റുന്ന പാട്. കാരണം കണ്ടിന്യൂസ് നിന്ന് ധ്യാനം കൂടുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ട് ആ സമയത്തുണ്ടാവും. ഇപ്പം ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ അന്ന് പ്രാർത്ഥിച്ചു. അന്ന് കുപ്പിയിലൊക്കെ ബ്രദർ ബ്ലസ് ചെയ്യും വാട്ടറിൽ. അപ്പോൾ ആ സമയത്ത് കുഞ്ഞിനെ കണ്ടു, ഒരു മോളാണെന്ന്. ബ്രദറിൻ്റെ തലയിൽ ഫസ്റ്റ് വന്ന് ബ്ലസ് ചെയ്യുന്ന സമയത്ത് ബ്രദർ തലയിൽ കൈ വെച്ചിട്ട് പറഞ്ഞത്, നിനക്ക് 2 കുട്ടികളാണ് ദൈവം തരാൻ പോകുന്നത്, ഒന്ന് പെണ്ണും ഒന്ന് ആണും. പെൺകൊച്ചിനെ കുറിച്ചിട്ട് ബ്രദർ നല്ലപോലെ പറഞ്ഞു. ആ സമയത്ത് ഞാൻ കരഞ്ഞു പോയി. കാരണം 9 വർഷമായിട്ട് കാത്തിരുന്നിട്ടും 2 മക്കളെ കുറിച്ചാണ് ബ്രദർ പറയുന്നത്. ഇത് നടക്കുമെന്നായിരുന്നു അന്ന് എൻ്റെ സംശയം. പക്ഷെ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ മാതാവിൻ്റെ ഒരു രൂപം ബ്ലസ് ചെയ്ത് ഞാൻ കൊണ്ടുപോയി. ബ്രദർ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, 6 മാസത്തിനുള്ളിൽ നിനക്ക് ഇതിൻ്റെ ദൈവം തരും, അതങ്ങനെയാണ് എന്നുള്ള പറഞ്ഞു. അപ്പോൾ എനിക്ക് ഞങ്ങൾ വിശ്വാസം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ബ്രദർ പറയുന്ന അപ്പുറത്തോട്ട് പിന്നെ ഇല്ലായിരുന്നു നമുക്ക്. കറക്റ്റ് 6 മാസം 6 മാസത്തിൽ ഞാൻ കാരിങ് ആയി. ആ കിട്ടിയ മോളാണിത്. അതിനുശേഷം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും 2 വർഷത്തിന് ശേഷം ഞങ്ങൾക്ക് കിട്ടിയ മോൻ അത് ഇവിടെ നിന്നാണ്. ഞങ്ങൾ വരുമ്പോഴൊക്കെ ഇവിടെ വന്ന് ഞാൻ സാക്ഷ്യം പറയും. പിന്നെ ഇപ്പോൾ ഞങ്ങൾക്ക് വരാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ടിട്ടാണ്. എന്നാലും ഹസ്ബൻഡ് ലീവിന് എപ്പോഴൊക്കെ വരുന്നു ആ സമയത്തെല്ലാം ഞങ്ങൾ ഇവിടെ ബ്രദറിനെ വന്ന് കണ്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഞങ്ങൾ വേളാങ്കണ്ണിലൊക്കെ പോയി മുടിയൊക്കെ മുട്ടടിച്ചിട്ട് വന്നിട്ടാണ് ഞങ്ങൾ ഈ ഷോളൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ മിക്കവർക്ക് അറിയാൻ പറ്റും എന്നെ. അതെ, പിന്നെ മിനിഞ്ഞാന്ന് ചെറിയൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. ചെറിയൊരു ഗ്ലാൻഡ് എനിക്ക് തൊലിപ്പുറത്ത് വന്നിട്ട് അത് പെട്ടെന്ന് എടുത്ത് കളയണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ് സത്യം പറഞ്ഞാൽ വീട്ടിലോട്ട് പോയിട്ടില്ല. എൻ്റെ ആൻഡ്ര വീട്ടിൽ സ്റ്റേ ചെയ്തു. ഇന്നലെ നൈറ്റിൽ ഡിസ്ചാർജ് ചെയ്ത് വന്നു. നേരെ വീട്ടിലോട്ടാണ് വന്നിരിക്കുന്നത്. ബ്രദറിനോട് നന്ദി പറഞ്ഞ്. കാരണം എപ്പോഴും ഞങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുമ്പോൾ ഞങ്ങൾക്കൊരു എന്താ പറയുക വിശ്വാസമാണ്. ബ്രദറിൻ്റെ അടുത്ത് വന്ന് എൻ്റെ ഹസ്ബൻഡ് ഇവിടെ പോകുന്നതിന് മുന്നേ ഇവിടെ വന്ന് ബ്രദറിനെ കണ്ട് ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് വീണ്ടും എന്താ പറയുക എല്ലാ കാര്യങ്ങൾക്കും ഒരു ധൈര്യം, എന്തിനു മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യം എല്ലാം. അപ്പം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ബദേൽ മാതാവിനും ഈശോയ്ക്ക് ഒരുപാട് നന്ദി വീണ്ടും പറയുന്നു. നിങ്ങളിവിടെ വന്ന് മക്കളില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ, നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അത് വിശ്വാസം. ബ്രദർ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, അതിലൂടെ നമ്മൾ പോവുക, വിശ്വസിച്ച് പ്രാർത്ഥിക്കുക, ദൈവം നിങ്ങൾക്ക് തരും. വിഷമിക്കേണ്ട. മറ്റുള്ള എന്ത് അസുഖമാണെങ്കിലും എന്താണ്. എൻ്റെ ഡാഡിക്ക് ഇവിടെ വന്ന് സംസാരശേഷി നഷ്ടപ്പെട്ടു, ചെറിയൊരു ക്യാൻസർ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ അതിൽ നിന്നും ഇന്നും ഇപ്പോൾ എൻ്റെ ഡാഡി ജീവിക്കുന്ന 6 വർഷമായി, യാതൊരു കുഴപ്പമില്ല. എല്ലാത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു. ഇവിടെ നമ്മുടെ ഡാഡിക്ക് സംസാരശേഷി കിട്ടി. പിന്നെന്താ പറയുക, ജോലിക്ക് പോകാനുള്ള ആരോഗ്യം എല്ലാം തരുന്നു. ഞങ്ങൾക്ക് വീട് തന്നു, കാർ തന്നു, എല്ലാം. മനോഹരമായ 2 നില വലിയ വീട് കർത്താവ് കൊടുത്തു. അപ്പൊ ഞാൻ വീണ്ടും കാർ വേണോ, കാർ കൊടുക്കുന്നു, എല്ലാം ദൈവം കൊടുക്കുകയാണ്. പക്ഷേ കെവിൻ ഇവളെ പോലെ തന്നെ ഒരു നല്ല മനുഷ്യനാണ്. ഒന്ന് ചിരിച്ചേ. ഹല്ലേലൂയ. ഇവനെ പോലെ ഇരിക്കും ഇവള്. നിങ്ങൾക്ക് ഫോട്ടോ കോപ്പി ദർശനം ലിസ്റ്റ് ചെയ്യുന്ന ഇവനെ അറിയില്ലേ, അയൽവാസിയല്ലേ? ഈ ലിസ്റ്റേജില് ഞാൻ ഇവരുടെ വീട്ടിൽ, ഇവർ അയൽവാസിയാണ് കേട്ടോ, ബന്ധുക്കളുണ്ടോ എന്നറിയില്ല, ബന്ധുണ്ട്. ഈ സഹോദരിയുടെ വീട്ടിൽ ഞാൻ ചെല്ലുമ്പോൾ നിങ്ങൾ ഒരു കാരണത്തിൽ വിശ്വസിക്കില്ല, ഒരു ചെറ്റക്കൂടിൽ ഒരു ഷെഡിന് താമസിക്കുക. ഷെഡ് ഓർമ്മയുണ്ടോ? ഷെഡ് മോലും കൊണ്ട് നല്ല രസമില്ല, തെങ്ങി വീട്. എനിക്ക് ഈ ഇങ്ങനെ ജീവിക്കുന്നവരൊക്കെ കാണുന്നുണ്ടല്ലോ, എനിക്ക് ഇവർക്ക് വാരിക്കൂടി അനുഗ്രഹം മേടിച്ചു കൊടുക്കാൻ ഒരു ആർത്തിയാണ്. അവരോട് ഞാൻ ചോദിക്കില്ല, ചിലപ്പോ ചോദിക്കില്ല, ഞാൻ മേടിച്ചു തരാന്നൊക്കെ പറയും. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് 2 നില വീട് മേടിച്ചു തരണ്ടേ? വലിയ വേണ്ടേ? അപ്പൊ തറ കിട്ടിയിട്ടുണ്ട്. തറാന്ന് പറഞ്ഞാൽ എന്റെ
മക്കളെ വെല്ലോന്റെ പറമ്പിലാണ് കയറ്റിട്ടേക്കണേ ഈ തറ. പക്ഷേ നിർമ്മിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, ഞാൻ എഞ്ചിനീയർ അല്ല, ഞാൻ പണിക്കാരനല്ല, ഒന്നും പറഞ്ഞൂടാ. എന്റെ കർത്താവ് എനിക്ക് കാണിച്ചു തന്നതുപോലെ തോമസ് സാറ് പറഞ്ഞില്ലേ, ഈശോ പറഞ്ഞോ, അതുപോലെ തന്നെ പങ്കെടുത്തപ്പോൾ ചെയ്തപ്പോൾ ആൻസർ ഉണ്ടായി, റിസൾട്ട് കിട്ടി. എന്റെ മക്കളെ ഞാൻ ചെന്നിട്ട് ഹോളിന് അവിടെ ചെന്നിട്ട് അവിടെ ഇങ്ങനെ സ്റ്റെയർ ഇടാൻ പറഞ്ഞു. ആ അമ്മ കേട്ടു, അതുപോലെ സ്റ്റെയർ ഇട്ടു. താഴത്തെ പോലെ തന്നെ നേരെ പണിയെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആ സഹോദരി കിട്ടി. തീർന്നില്ല ബ്രദറെ, ഇവിടെ വരണമെങ്കിലേ, വീട്ടിലേക്ക് കയറണമെങ്കിലേ ഹെലികോപ്റ്ററിൽ വരണം. കാരണം വെല്ലോന്റെ വഴിയുടെ ഫ്രണ്ടില് സൈഡില്. മക്കളെ, ഞാൻ നിങ്ങളോടൊരു കാര്യമാണ്. ഇവൾക്കും അതെ, ഇവൾക്കും ഈ കുടുംബത്തിനും അതെ, ഇവൾക്കും അല്ലെ. അതുപോലെ കുറെ മക്കൾക്ക് എടാ സെബിനെ എവിടെയാ ഓടുക, നീയും അതിൽപ്പെട്ടതാണ്. ഹല്ലേലൂയ. അതായത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതികൾ അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവർ ഒരിക്കലും അവർക്ക് ഒന്നിനും കുറവുണ്ടാവില്ല. അവർ ലജ്ജിതനാവുകയില്ല. അവർ സകല തിന്മകളിൽ നിന്ന് അവരെ മോചിപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. അതുകൊണ്ട് ഇവർക്ക് പ്രാർത്ഥന. നിങ്ങൾ ഈ പറഞ്ഞ ചെറിയ 2 നില വീടൊന്നുമല്ല, ഒരു 4000-4500 സ്ക്വയർ ഫീറ്റോളം ദൈവം സിറ്റിയിൽ കൊടുത്തിരിക്കുന്നു. അവർക്ക് കൊടുത്തു. ഫ്രണ്ടിലെ സ്ഥലം മേടിച്ചു കൊടുക്കാൻ അവർ കൊടുത്തു. വഴി മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. ഈ റൈറ്റ് മുറ്റമില്ല, മുറ്റത്തിന് മേടിച്ചു കൊടുത്തു. ആ റൈറ്റിലെ ലെഫ്റ്റിലെ മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ എപ്പ കിട്ടിയെന്ന് ചോദിച്ചാൽ കാരണം പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഞാൻ ഈ ദിവസങ്ങളിൽ ഇത്തവണ പറഞ്ഞോന്നറിയില്ല, ചില ധ്യാനത്തിനൊക്കെ പറയാറുണ്ട് ഇവനെ